നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. 60 വയസ്സിന് മുകളിലുള്ള സംസ്ഥാനത്തെ പൗരന്മാർക്ക് ഹിന്ദു തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് സൗജന്യ തീർത്ഥാടനം വാഗ്ദാനം ചെയ്യുന്ന CM തീർത്ഥാടന പദ്ധതിയെ ഹിന്ദു തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് യാത്ര എന്ന് പറഞ്ഞ മഹാരാഷ്ട്ര സർക്കാരിന്റെ പദ്ധതിയെ വിമർശിച്ച് AIMIM നേതാവ് അസറുദ്ദീൻ ഒവൈസി. ഇത് വർഗീയ രാഷ്ട്രീയമാണെന്ന് അസറുദ്ദീൻ ഒവൈസി വിമർശിച്ചു. എന്നാൽ സിഖ്, ക്രിസ്ത്യൻ, മുസ്ലിം തീർത്ഥാടന കേന്ദ്രങ്ങളെയും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ ഒവൈസിക്കെതിരെ ഉയർന്ന വിമർശനം. CM പിൽഗ്രിമേജ് പദ്ധതി എന്ന പദ്ധതിയുടെ പേരിലാണ് മഹാരാഷ്ട്ര സർക്കാർ ഹിന്ദു തീർത്ഥാടന കേന്ദ്രം ഉൾപ്പെടെയുള്ള വിവിധ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കുള്ള യാത്രയ്ക്ക് സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ചത്. 60 വയസ്സിന് മുകളിലുള്ളവർക്ക് സൗജന്യമായാണ് ഈ യാത്ര. ചാർധാം യാത്ര, മാതാ വൈഷ്ണോദേവി യാത്ര, അമർനാഥ് യാത്ര തുടങ്ങിയ തീർത്ഥാടന കേന്ദ്രങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മുസ്ലിം തീർത്ഥാടകരുടെ 2 തീർത്ഥാടന കേന്ദ്രങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സിഖുകാരുടെ ഗുരുദ്വാരകളും ക്രിസ്ത്യൻ പള്ളികളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് അസറുദ്ദീൻ ഒവൈസിയുടെ ലോക്സഭയിലെ സത്യപ്രതിജ്ഞയിൽ മുഴക്കിയ ജയ് പാലസ്തീൻ മുദ്രാവാക്യം രാജ്യത്ത് സംഘർഷം ആളിക്കത്തിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് ആരോപിച്ചത്. ബീഹാറിലെ നവാഡയിൽ മുഹറം സമയത്ത് പലസ്തീൻ പതാക വീശുന്നതിലേക്ക് നയിച്ചത് ഈ പ്രവൃത്തിയാണെന്ന് സിംഗ് അവകാശപ്പെട്ടു. ഈ വിഷയത്തിൽ കോൺഗ്രസിനെയും മുൻ ബീഹാർ മുഖ്യമന്ത്രി ലാലു പ്രസാദ് യാദവിനെയും അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചു. ഒവൈസിയെ പോലെ പരിചയസമ്പന്നനായ ഒരു MP സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ പാർലമെന്റിനുള്ളിൽ ജയ് പാലസ്തീൻ എന്ന് പറഞ്ഞാൽ രാജ്യത്ത് അത്തരക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നത് സ്വാഭാവികമാണെന്നും മുതിർന്ന BJP നേതാവ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.